ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജെല്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രോബെറിൻ്റെ ജെല്ലി കേട്ടോ ഇത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ലേ, ഇത് കയ്യിൽ നിൽക്കുന്നേ ഇല്ലവേ, ഇങ്ങനെ തുള്ളിയിട്ട് പോകുന്നുണ്ട്. അടിപൊളിയാവേ. ഞാൻ ഇന്നലെ രാത്രി ഇത് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഇത് ഇന്നാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത്. നയാസിൻ്റെ പിന്നെ ഇത് തേയുന്നേ ഇല്ലവേ, തുന്നങ്ങും എനിക്ക് നല്ല ടേസ്റ്റ് ആയെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ ഇതിൻ്റെ പാക്കറ്റ്. ഇത് ദുബൈയിൽ നിന്ന് കൊടുന്നതവേ. എൻ്റെ ആങ്ങളെ വരുമ്പോൾ ഓന് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മളിവിടെ കാസർഗോഡ് നല്ല കിട്ടും അങ്ങനെ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വാങ്ങാൻ പറ്റുന്ന ആൾ എല്ലാവരും വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കാം. അടിപൊളിയാണ്. ഞാനിങ്ങനത്തെ പുഡിങ്, ഇങ്ങനത്തെ ഒന്ന് കാരമൽ പുഡിങ്ങിന് ഇങ്ങനത്തെ പാക്കറ്റൊന്നും മെയിൻറ്റ് ആക്കലില്ല. ഒന്നാമത് ഞാൻ ആക്കിയത് ശരിയാകുന്നില്ല. പിന്നെ ഈ പിള്ളേർക്കൊന്നും അങ്ങനത്തെ പുഡിങ്ങൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇത് നല്ല ജെല്ലിയല്ലേ, പിള്ളേർക്കെല്ലാം ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഉമ്മ തരുമ്പോൾ വേങ്ങിയതാണ്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കാം. പിള്ളേർക്കെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന എങ്ങനെ എല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ ആദ്യം വെക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പച്ചവെള്ളത്തിൽ, സാധാരണ നോർമൽ വെള്ളത്തിലിട്ടിട്ട് ഈ പൊടിയെ പൊട്ടിച്ചിട്ട് കലക്കട്ട. ഈ സ്ട്രോബെറി ജെല്ലിൻ്റെ ഈ പാക്കറ്റ് പൊടിയില്ലേ, നല്ല സ്ട്രോബെറിൻ്റെ സെയിം കളറിന് അതേ ടേസ്റ്റും അതേ ഫ്ലേവറും ഉണ്ടാവുക. നല്ല അടിപൊളി. അതിൻ്റെ പൊടിയെല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കി വെച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലൊന്നും നമ്മൾ ചേർക്കണ്ടേ, വെറും വെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ എന്നിട്ടായിട്ട് ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ഈ പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ടില്ലേ, നല്ല പാല കലക്കിയെടുക്കുന്നതാണ്. കട്ട പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പൂണും കൊണ്ട് നല്ല പാല കലക്കിയെടുത്ത്. ഇതില്ലേ ഞാൻ ആക്കിയ വെള്ളം കുറച്ച് കൂടിപ്പോയി തോന്നി. എനിക്ക് കുറച്ച് വെള്ളം ഇതിനും കാട്ടി നല്ല ടേസ്റ്റ് ആട്ടിന് നിങ്ങൾക്ക് തോന്നി. നല്ല അടിപൊളിയാവും ഇത്. നിങ്ങൾപ്പോൾ പറ്റുന്ന ആളിൽ നിന്ന് വാങ്ങിയിട്ട് ആക്കി നോക്കും. നല്ല രസം. എത്ര 30-35 അത്രയും ഉണ്ടാവും പാക്കറ്റിനെല്ലാം നിങ്ങൾക്ക് തോന്നും. ചെറിയ പാക്കറ്റാണ്. അടിപൊളി. അതിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഇത് വാങ്ങിയതാ. ഈ കളറാണ് ഇതുണ്ടത്. ഇതാക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ്. ഇത് കലക്കുമ്പോൾ തന്നെ എന്തോ ഒരു മണം, എന്തോ ഒരു ചെയ്യൽ. അപ്പോൾ എൻ്റെ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെതും കൂടി അതിലേക്ക് ആഡ് ആക്കിയിട്ട് അതിന് നല്ല പാൽ തിളപ്പിച്ചിട്ടെടുക്കുക. കുറുക്കിയിട്ടൊന്നുമില്ല, കുറുകിയിട്ടെടുത്തൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് തണിഞ്ഞ ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കുന്നതാണ്. കണ്ടില്ലേ, തിക്കണമെന്നല്ല, വെറും പച്ചവെള്ളത്തിൽ കലക്കിയ പോലെ ടാങ്കിൽ കലക്കില്ലേ, അതുപോലെ ഉണ്ടാകും. ഞാനിതാവുന്നൊന്നും വിചാരിച്ചിട്ട് ഇതാവില്ലാന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. എന്താ വെച്ചെങ്കിലേ, ഇത് കട്ടിയൊന്നും ആകുന്നില്ലേ, നമുക്ക് പുഡിങ്ങെല്ലാം ഉണ്ടാകുമ്പോൾ കട്ടിയായിക്കൊണ്ട് വരുന്നില്ലേ, ഇത് കട്ടിയാകുന്നില്ല. അങ്ങനെ ഇട്ട പോലെ തന്നെ എടുത്ത് തളിച്ചിട്ടാകുമ്പോഴല്ലോ അതേ ഒക്കെ ഉണ്ടാകും. വെള്ളം കാണുന്നില്ലേ, ഇതേപോലെ നമുക്ക് ആകെ ടെൻഷനായി. എന്തിപ്പോൾ ഇത് ആവിയിലായിട്ട് ആകെ ബേജാറിലുണ്ടായി ഞാൻ. പക്ഷേ ആ ബേജാറെല്ലാം തീർന്നില്ല കഴിച്ച് നോക്കുമ്പോൾ. ആയിട്ട് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ നല്ല തണുത്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഇത് നയാസിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായി. നല്ലൊരു തിളച്ചിനവ ഇത്. ഇങ്ങനത്തെ എല്ലാം ഇല്ല, പിള്ളേന്മാർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് ഇങ്ങനത്തെ എല്ലാം ആക്കി വെച്ചെങ്കിലേ പിള്ളേർക്ക് സന്തോഷമാവും. ഇവന് പോകുമ്പോൾ എന്നെ വന്നിട്ട് ഞാൻ അത് മുറിക്കുമാ മുറിച്ചിരണ്ടാ എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവന് പോയിനെ. ഓക്കെ, ഞാൻ എന്താക്കില്ല തുടയില്ല എന്നിട്ട് പോയത്. അങ്ങനെ അവന് പറഞ്ഞ പോലെ എന്നോട് വന്നതിൻ്റെ ശേഷം അത് ഞാൻ എടുത്തിനെ. കണ്ടില്ലേ, ഇത് വെറും പച്ചവെള്ളം ടാങ്ക് കളിക്കിയ പോലെ തന്നെ വേണ്ടത്. പിന്നെ എനിക്ക് ടെൻഷനായി ഇതാവേല വെച്ചിട്ട്. പിന്നെ ഇനി ആയില്ലെങ്കിൽ ഓനിക്കും ടെൻഷനാവും. പക്ഷേ ഞാൻ വിചാരിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ആയിനവ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് എടുത്ത് വാങ്ങാൻ വെച്ചിന്. 2 പാക്കറ്റ് മുമ്പ് തന്നിനെ. ഇപ്പോൾ ഓനിക്ക് അപ്പം തന്നെ ആക്കിയിട്ട് തീർക്കണ്ടേ. ഓനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം എനിക്ക് അപ്പം തന്നെ വേണം. നാളേക്ക് വെച്ചേക്കല്ല. അങ്ങനെ നല്ലോണം ചൂടും തണിഞ്ഞിട്ടാ കുറച്ചൊരു ചൂട് പോയിട്ടാകുമ്പോൾ ഞാൻ പാത്രത്തിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ച്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു വെള്ളം വെറും പർത്തണ്ടി വെള്ളം എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് ഇതുള്ളത്. അങ്ങനെ ഞാൻ ഈ പാത്രത്തിലേക്ക് പുഡിങ്ങെല്ലാം ഇടുന്നില്ലേ, ഈ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ്. കുപ്പിൻ്റെ ഒഴിച്ചങ്ങ് കാണുമ്പോൾ നല്ല പാങ്ങല്ലേ, ആ ഒരു ചേലിന് വേണ്ടി വെച്ചവേ. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന കളറില്ല, അപ്പോൾ നല്ല കളർ ഉണ്ടാവേ. എന്ന് വെച്ചെങ്കിൽ എന്തോ ഐവറിയിലെന്തോ ആയിട്ട് കളർ ഡിമ്മായിപ്പോയി. ഞാൻ കുറച്ച് ബുൾക്കട്ടയിലിട്ട് എടുത്തതാണ്, പക്ഷേ കളറിൽ ഡിമ്മായിപ്പോയി. നല്ല കളർ ഉണ്ടാവേ, നല്ല സ്ട്രോബെറിൻ്റെ കളർ തന്നെ ഉണ്ടാവേ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഞാൻ ആവിയിലാന്നുള്ള ഇത് പോയി എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പിലാന്ന് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി. ഇതാ ഈ കളറാണുള്ളത്. ഇന്നെടുത്ത വീഡിയോ നേരായി. ഫ്രിഡ്ജിൽ നിന്ന് തണുത്തിട്ട് സെറ്റായതിന് ശേഷം എടുത്തതാണ്. ഞാൻ വല്ല തൊട്ട് നോക്കി, അപ്പോൾ ഇങ്ങനെ അനങ്ങുന്നില്ലേ, ഗുളുഗുളുവാന്ന പോലെ. അങ്ങനെ ജസ്റ്റ് ഒന്ന് അനങ്ങി. അപ്പോൾ കുറച്ച് സമാധാനമായി. കട്ടാക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് നേരെ എളിയിട്ട് വരിയില്ലായിട്ട് ഇത് പോയിട്ട് ഇങ്ങനെ കുറച്ച് പൊടിഞ്ഞായിരുന്നു. പക്ഷേ അത് കട്ടാക്കിയിട്ട് സ്പൂൺ കൊണ്ട് കോരി എടുക്കുമ്പോൾ പഠിച്ചോൻ എന്ത് ചോദിക്കണ്ട, അടിപൊളിയെന്ന് പറയാനില്ല, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 സ്പൂൺ തിന്നിന്.
ഇപ്പം നെയ്ല സ്കൂളിൽ നിന്ന് വരുമ്പോൾ തീർന്നിട്ടാൽ എനിക്ക് പേടിയാണെന്നുണ്ടായിന്. അങ്ങനെ ഓനെ ഫോൺ പിടിച്ചിട്ട് എനിക്ക് കൊടുത്തു, നീ ഫോൺ എടുത്തിട്ട് പോവും, അത് തീർക്കണ്ടായിട്ട് എനിക്ക് കൊടുത്തും തേന്നില്ല ഇങ്ങനത്തെ ഒന്നും. അങ്ങനെ ഇതാ കട്ടാക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. സ്പൂൺ എടുത്തിട്ട് കോരി എടുക്കുമ്പോൾ അടിപൊളിയാണ്, നല്ല പീസായിട്ട് തന്നെ വന്നില്ല, സ്ക്വയർ പോലെ തന്നെ. ഞാനിങ്ങനത്തെ ഇതെല്ലാം ഫസ്റ്റ് ടൈം അപ്പം ഞാൻ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലൊന്നുമില്ല. ഒന്നാമത് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയാൽ നേരാന്നില്ല, അപ്പം പിന്നെ പ്രാന്ത് പിടിക്കും. അതിന് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. കണ്ടില്ലേ, നല്ല സ്ക്വയർ ആയിട്ട് തന്നെ എളിയിട്ട് വന്ന്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, അടിപൊളി ടേസ്റ്റൊക്കെ, എന്തോ ഒരു ഫ്ലേവറാവേ. നെയ്യാസിന് വേണ്ടത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയല്ല, ഇങ്ങനത്തെ ഉണ്ടാക്കിയില്ല, തിന്നലുമില്ല, അങ്ങനത്തെയാണ് ഞാൻ. ഒന്നാമത് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാക്കാത്തത്. പക്ഷേ പിള്ളേർ തിന്നുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല ആക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇന്നലെ ഉണ്ട് എൻ്റെ അടുത്ത് കുത്തിർന്നിട്ട് അതാക്കുമാന്ന് പറയുന്നത്. അവന് ഇതാക്കി കൊടുത്തില്ലെങ്കിൽ ആവിയില്ലല്ലോ, ഓറ്റ ഉണ്ടാക്കിയതാണ്. കണ്ടായത് ഞാനിട്ടതും പോരാണ്ട് ഓൻ്റെ വക ഓൻ എന്നെ ഇടുന്നതാണ്. അവന് കഴിക്കുന്നത് കണ്ട വാവെന്ന് കാണുമ്പോൾ എന്നോട് പറയാൻ തിന്നിട്ടായിട്ട് പയ്യെ പറഞ്ഞത് അടിപൊളി എന്നെല്ലാം. വെറും കയ്യും മാത്രം കയറ്റി വന്നപ്പോൾ യൂണിഫോം മാറ്റിയിട്ട് കുളിച്ചിട്ടുമില്ല. ഓനിക്ക് അത് തിന്നാൻ ഇരിച്ചിട്ടില്ല, സ്കൂളിൽ നിന്ന് നിർത്തേ കൊണ്ടിട്ടാന്ന് തോന്നുന്നു, വിട്ടിട്ട് അപ്പം തന്നെ പാഞ്ഞോണ്ട് വന്നിന്. അങ്ങനെതാ ഓന് കഴിച്ചിനെ, അടിപൊളിയായിട്ട് കഴിച്ചിനെ. അപ്പോൾ എല്ലാവരും നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടില്ല, ഇത് ഉണ്ടാക്കി നോക്കി പിള്ളേർക്കെല്ലാം കൊടുക്കുക. അപ്പം ഇത് കെമിക്കൽ ഇതൊന്നും ഉണ്ടാകുന്ന എനിക്കറിയില്ല, അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് വന്നിട്ടാ നിങ്ങൾ ആരും. കണ്ട ഇതിന്ന് കൈന്നേല്ല തുള്ളിയിട്ട് പായുന്നേരുന്നില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതിലെങ്ങനെ എടുക്കാനില്ല, ലാസ്റ്റ് ഞാൻ സ്പൂൺ ഇട്ടിട്ട് എടുത്തിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. ഇനി ഞാനില്ലേ ഇത് വീഡിയോ കട്ടാക്കിയില്ലെങ്കിലേ യോനിത് തിന്നിട്ട് തീർക്കും. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഉണ്ടായില്ല, കണ്ട പകുതിയായവേ.